മൊഡ്യൂൾ 5 സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് എന്ന ടോപ്പിക്കിൽ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻസി കൈവരിക്കുക, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, വാട്ടർ മാനേജ്മെൻറ്റ്, റിന്യൂവബിൾ എനർജി യൂട്ടിലൈസേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, റീസൈക്ലിംഗ്. ഈ പ്രധാനപ്പെട്ട വാക്കുകൾ ഇതാണ് നമുക്ക് ഗ്രീൻ എന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. എങ്ങനെ എനർജി എഫിഷ്യൻസി കൈവരിക്കാം, എങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റിനെ മാനേജ് ചെയ്യാം പ്രോപ്പറായിട്ട്, നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് എങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരാം, അതുപോലെ തന്നെ എങ്ങനെ വെള്ളം, വാട്ടർ മാനേജ്മെൻറ്റ്, എങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നിന്ന് എങ്ങനെ നമുക്ക് യൂസബിൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തെ നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ വേസ്റ്റ് ആക്കാതെ നമുക്ക് സംരക്ഷിക്കാം. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് നമുക്ക് എങ്ങനെ കൂടുതൽ അതിൽ നിന്ന് എങ്ങനെ എനർജി എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെ നമുക്ക് വേസ്റ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ അത് മറ്റ് ഓർഗാനിസംസിന് എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഗ്രീൻ എഞ്ചിനീയറിംഗ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ റീസൈക്ലിംഗ്, എങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ കൂടുതൽ റിസോഴ്സസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാതെ ഉള്ള റിസോഴ്സസ് തന്നെ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതും ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. അപ്പോൾ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ടേമുകൾ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആദ്യമായി പറയുകയാണെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ്. എന്താണ് ഗ്രീൻ ബിൽഡിംഗ്? ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ട്രക്ചർ ദാറ്റ് എൻഷുർ എഫിഷ്യന്റ് യൂസ് ഓഫ് മെറ്റീരിയൽസ്, water, energy and other resources without depletion of nature and minimal generation of non-degradable waste. അപ്പോൾ ഗ്രീൻ ബിൽഡിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് എനർജി കൺസംഷൻ, റെഡ്യൂസ് ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ ഏരിയാസ്, ഹാബിറ്റേറ്റ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, റെഡ്യൂസ്ഡ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, റെഡ്യൂസ്ഡ് വാട്ടർ കൺസംഷൻ, ലിമിറ്റഡ് വേസ്റ്റ് ജനറേഷൻ ഡ്യൂ ടു റീസൈക്ലിംഗ് ആൻഡ് റീയൂസ്, റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ലോഡ്സ്, increased user productivity, enhanced image and marketability. അപ്പോൾ നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് പറഞ്ഞു. ഗ്രീൻ മെറ്റീരിയൽസ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. സോളാർ പവർ, അല്ലെങ്കിൽ റീയൂസ് ഫ്രം വേസ്റ്റ്, ഓൾഡ് പ്ലംബിംഗ്, ഡോർസ് എക്സെട്ര. അതുപോലെ തന്നെ വൂൾ ബ്രിക്ക്, obtained from adding wool and natural polymers in seaweed to the clay of the brick. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ കോൺക്രീറ്റ് ബൈ ക്രഷിംഗ് ഗ്ലാസ്, വുഡ് ചിപ്സ്, സ്ലാഗ് എക്സെട്ര. അതുപോലെ തന്നെ സോളാർ ടൈൽസ്, പേപ്പർ ഇൻസുലേഷൻ, യൂസിങ് ബാംബു റീപ്ലേസിങ് സ്റ്റീൽ ബാർസ്. നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ കോളംസ് ഇല്ല, ചെറിയ കോളംസ് ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ ബാർ റീപ്ലേസ് ചെയ്ത് ബാംബൂസ് ഒക്കെ മുളവടികളൊക്കെ നമ്മൾ കുത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ be also considered as a green engineering or green materials. So sustainable materials അല്ലെങ്കിൽ ഗ്രീൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്? ഗ്രേറ്റർ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി, ലോവർ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചിങ് സ്പേസ് കോൺഫിഗറേഷൻ, ഇംപ്രൂവ്ഡ് ഒക്യുപ്പന്റ് ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, എനർജി കൺസർവേഷൻ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, റെഡ്യൂസ്ഡ് മെയിൻ്റനൻസ്. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ മെറ്റീരിയൽ സെലക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡിസൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ ടെക്നോളജീസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ ഐഡിയാസും ടെക്നോളജീസും ഗ്രീൻ ബിൽഡിങ്ങിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ: ടു റെഡ്യൂസ് ഓവറോൾ ഇമ്പാക്ട് ടു ദ ബിൽറ്റ് എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. താങ്ക് യു.